ബസ് കിട്ടിയില്ലേ? ഇപ്പൊ വരും. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, സമയം വളരെയായി. ഞാൻ കൊണ്ടുവിടാം. കയറൂ കയറൂ. മമ്മിക്ക് കുറച്ച് ജോലി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു മോളെ. അതാരാ മമ്മി? ശ്രീമാറ്റി അങ്കിളാണോ മമ്മി? അങ്കിൾ ഇറങ്ങുന്നില്ലേ? വാ അങ്കിൾ, ഇറങ്ങ അങ്കിൾ. വണ്ടി ഇടിച്ചോളൂ. വരണം സാർ, അകത്തേക്കിരിക്കാം. ഇല്ല, സമയം പോയി. പോയിട്ട് കുറച്ച് ജോലിയുണ്ട്. സാർ ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിക്കാതെ. ഒന്നും വേണ്ട. മോൾ അങ്കിളിന്റെ കൂടെ വരുന്നോ? നാളെ വരാം. അങ്കിൾ ഇന്ന് മോളുടെ വീട്ടിൽ കിടക്കാം. ഞാൻ മറ്റേ അങ്കിൾ ടാറ്റാ. ടാറ്റാ. ചക്ക ആൻഡ് ജിൽ. അയ്യോ അങ്ങനെയല്ല. എടി അവൻ എന്തിനാ ഇവിടെ വന്നെന്ന് വിക്രമ കിടന്ന് അതാ. നമുക്ക് ഓഫീസിൽ കുറെ ജോലി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. സമയം പോയതുകൊണ്ട് ആ നല്ല മനുഷ്യൻ ഇവിടെ കൊണ്ട് നാക്കി. അതെന്തോ തെറ്റ്? ഓ, ഒരു നല്ല മനുഷ്യൻ, പുന്നാര മോളുടെ പഴയ ആളല്ലേ വിക്രമ. അവനെ പറഞ്ഞാൽ തനിക്ക് സങ്കടം വരും അല്ലേ? നിന്നെ ഞാൻ മുത്തച്ഛ, മമ്മി. അമ്മ എപ്പോ വന്നു? വൈകുന്നേരം. മോനെന്താ അത്രയും താമസിച്ച്? ഓഫീസിൽ കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു. ആ വലിയ വീട്ടിലെ വലിയ കുറിപ്പിന്റെ മോള് നിന്റെ ആഫീസിലാണെന്ന് കേട്ടല്ലോ. അവളെ ആ വിക്രമൻ വല്ലാതെ ഉപദ്രവിക്കുന്നെന്ന് കേട്ടല്ലോ. നേരാണോ? അമ്മയുടെ ആര് പറഞ്ഞു? ഗോപൻ പറഞ്ഞു. അവനോട് പോയി? അവൻ വെളിയിൽ എങ്ങാണ്ട് പോയതാ. മോനെ, എനിക്ക് 2 ദിവസം കഴിഞ്ഞാ പോണം. എന്നാ പിന്നെ അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ തന്നെ പോയിക്കോ. നീ അവിടെ ഇരിക്കേ. നീ ദേഷ്യപ്പെട്ടാൽ എങ്ങനെ? നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. അമ്മ ഇനി എങ്ങും പോകണ്ട. എന്റെ ഇവിടെ താമസം മതി. അതെ അതെ അതെ. പെട്ടെന്ന് വന്ന ആലോചനയായതുകൊണ്ട് ഒന്നിനും സമയമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ വരട്ടെ ഉണ്ണി. ഉണ്ണിയോട്
ഞാൻ പ്രത്യേകം ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ശരി സർ. ആ എന്താ സാറിന്റെ മുഖത്തൊരു ഉറക്കച്ചടവ്? ഇന്നലെ രാത്രി ഓവർ ടൈം അല്ലായിരുന്നോ? ഇല്ല, ഉറങ്ങിയില്ല, അതായിരിക്കും. രാധികേ, എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഇന്നലെ വീട്ടില് ആ, വരണം സാർ. ആദ്യം ഉണ്ടോ? ഉണ്ട്. ആ സാർ, ഒരു മിനിറ്റ്. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് എന്നോട് നീരസമായിരിക്കും, എനിക്കറിയാം. ഞാൻ 4 പേരുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും വെട്ടിത്തുറന്ന് പറയും. അത് അന്നേരത്തെ ഒരു ആവേശമായിട്ട് കരുതിയാൽ മതി. ഒന്നും മനസ്സിൽ വെച്ചേക്കണ്ട. ആ, ഇന്നലെ രാത്രി ഞാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു. പുള്ളി നല്ല ചൂടിലായിരുന്നു. ഇന്നലത്തെ പ്രശ്നം നിങ്ങൾ കൈകാര്യം ചെയ്ത രീതി പുള്ളിക്കത്ര ശരിയായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് പുള്ളി തണുപ്പിച്ചെടുത്തു. മിസ്റ്റർ കൃഷ്ണുണ്ണി, നിങ്ങൾ വളരെ ചെറുപ്പമാണ്. ഒരു കാരണവശാലും മുകളിലുള്ള അപ്പിരിക്ക് കാരണമാകരുത്. ഇന്നത്തെ കാലത്ത് ആദർശം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? അതെ, ആ പെൻഷൻ ലിസ്റ്റിലുള്ള 3-4 പേര് എനിക്ക് താല്പര്യമുള്ളവരാ. എന്തെങ്കിലും അല്പ സ്വല്പ അപാധകൾ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ച് വിട്ടേക്കണം. നിങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ മതി. മുകളിലുള്ളവരുടെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. അതൊക്കെ നമുക്ക് ആലോചിക്കാം. ഇപ്പൊ എനിക്ക് അല്പം തിരക്കുണ്ട്. അല്ല, അവകാശം മതി, തിരക്കൊന്നുമില്ല. ഇവിടെ നേരത്തെ ഇരുന്ന ആദ്യം അറിയില്ലേ, രവീന്ദ്രൻ? ആളിപ്പോ ജില്ലാ കളക്ടറാ. എനിക്ക് അയാളോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. റവന്യൂ മിനിസ്റ്റർ എന്റെ കക്ഷിപ്പെട്ട ആളാ. ഒന്ന് തിരുവനന്തപുരം വരെ പോകേണ്ടി വന്നു, അത്ര തന്നെ. പിന്നെ മിസ്റ്റർ കൃഷ്ണുണ്ണിയെ കുറിച്ച് എന്തൊക്കെയോ ചിലർ കേൾക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഒരു സ്റ്റാഫുമായിട്ട് അടുപ്പത്തിലാണെന്നോ? അല്ല, എനിക്കത് പ്രശ്നമൊന്നുമില്ല. ചെറുപ്പക്കാരാവും, അതൊക്കെ രസമല്ലേ. പക്ഷേ കൂടുതൽ പബ്ലിക് ആകും നോക്കണം. എണീക്കണോ? എണീക്കാൻ. അല്ല, അത് മിണ്ടിപ്പോരും. താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊരു ചുക്കുമില്ല. പക്ഷെ ഇതിനകത്ത് ഇനിയെങ്ങാനും തന്നെ കണ്ടുപോയാ തന്റെ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പും. വിഷുവിടും പത്രാവശ്യമല്ലേ? പത്രാധിപരുണ്ടോ? ഒന്നും കൊടുത്തേ. ഹലോ, ഇത് ഞാനാ, രാമൻ നായർ. ഒരു വിശേഷ വാർത്ത ഉണ്ടായിരുന്നു. നമ്മളെ RDO ഓഫീസിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമം 132 കോടിയുടെ വൻ പദ്ധതി. വേറെ വല്ലതും വായിക്കും. വേറെ കലക്കണമുണ്ട് കേട്ടോ. RDOയുടെ അവിഹിത വീഴ്ച. സ്ഥലം RDO കൃഷ്ണനുണ്ണിയും മേപ്പടി ഓഫീസിലെ തന്നെ സ്റ്റെനോഗ്രാഫറും RDOയുടെ മുൻകാമുകിയും വിവാഹിതയുമായ രാധികയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ നാറുന്ന കഥകൾ പുറത്തു വിടാൻ തോന്നിയിരിക്കും കേട്ടോ. അതല്ലേ കിടക്ക്, അനക്ക് കായിട്ടേ പോരെ. അതായിട്ട് ശരിയായ എന്താണ് 90 എഴുതിയിട്ട്
ആനാരെ പോണ പുറത്ത് കുറച്ച് മഞ്ഞക്കടലാസും കറുത്ത മഷിയുണ്ടെന്ന് വെച്ച് എന്ന് തോന്നിയാ ചെയ്താന്നോ? പിന്നെ തന്നോട് ചോദിച്ചിട്ടില്ലേ ഞങ്ങളിവിടെ പത്രം അടിക്കുന്നത്? അനക്ക് എന്താണ്ട് അറിയാം ഉള്ളിയെ പറ്റി. കായ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തോന്നിയാലും കാണിക്കേ. ഇതിനേക്കാളും നേരം ഉമ്മാരെയും പെങ്ങളെയും പറ്റി കായ ഉണ്ടാക്കുക. മര്യാദക്ക് പോയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ആ യൂസഫ് എവിടെ? അതാ യൂസുഫ്. യൂസുഫ് എന്തിനാ വേണ്ടാത്ത പണിക്കൊക്കെ പോയത്? മോനെ നമുക്കൊരു വിഷമമില്ല. ഓനെ മയ്യത്താക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടം. മോനെ അനക്കറിഞ്ഞൂടാ ഇന്ന് ആറികളെ ഈ ബിലീസിലെല്ലാം കൊന്നാൽ ഇന്ന് നാട്ടുകാർക്ക് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അവരെന്ത് വേണമെങ്കിലും എഴുതട്ടെ യൂസുഫ്. യൂസുഫ്ക്ക് എന്നെ നല്ലോണം അറിയില്ലേ? അറിയാം. അതുകൊണ്ടല്ല മോനെ നമ്മളത് ചെയ്തത്. മോന്റെ കാര്യം പോട്ടെ, ആ പാവം പെൺകൊച്ച് അല്ലെങ്കിൽ അതിന്റെ ജീവിതം നരകാണ്. ഇനി ഇതുകൂടി ആ ചെയ്താൻ അറിഞ്ഞാൽ യൂസുഫ്ക്കായ ഉടനെ ജാമ്യത്തിലെടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. മോനിപ്പോ വലിയ ഉദ്യോഗസ്ഥനാണ്. മോൻ പോട്ടെ യൂസഫിനെ ജാമ്യത്തിലിറക്കാൻ വന്നാല് അത് മോന്റെ നിലയ്ക്കും വരയ്ക്കും മോശമാണ്. യൂസുഫ്ക്കാക്ക് കൃഷ്ണനെ ഇനിയും അറിയില്ലേ? അറിയാം മോനെ, അന്നെ നമുക്ക് മാത്രമേ അറിയൂ. ഇദ്ദേഹത്തെ ജാമ്യത്തിലെടുക്കാൻ ഞാനൊരു വക്കീലിനെ അയക്കാം. സോറി സാർ, പത്രാധിപർ മിനിസ്റ്റർക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ്. അയാളുടെ നില ഗുരുതരവുമാണ്. മിനിസ്റ്റർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ജാമ്യം കൊടുക്കരുതെന്ന്. ഓഹോ. RDOയുടെ അവിഹിത വേച്ച. സ്ഥലം RDO കൃഷ്ണനുണ്ണിയും മേപ്പടി ആഫീസിലെ തന്നെ സ്റ്റെനോഗ്രാഫറും RDOയുടെ മുൻ കാമുകിയും വിവാഹിതയുമായ രാധികയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ നാറുന്ന കഥകൾ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. ആള് കൊള്ളാലോ. എന്താണ് ഇത്? ഞാനൊന്നും അറിയില്ല എന്ന് വിചാരിച്ചു അല്ലേ? എവിടെയാണ് നിന്റെ മറ്റവൻ? എടി എവിടെയെന്ന്? IAS കാരനല്ലേ? കണ്ടവന്റെ ഭാര്യയുടെ കൂടെ അന്തി ഉറങ്ങിയാലല്ലേ IASന്റെ ഗമ കൂടൂ. എന്താ ഇത്? വരും വീട്ടിലേക്ക് പോ. എന്തിനാ എന്നെ വീട്ടിൽ കൊണ്ട് ഉറക്കി കിടത്തിയിട്ട് നിനക്കും അവനും കൂടി? നിന്നെ ഞാൻ
ഇത് സർക്കാർ ഓഫീസാണ്. കുടിച്ച് വെളിവില്ലാതെ ഒന്ന് ബഹളം വയ്ക്കാനുള്ള സ്ഥലമല്ല. സർക്കാർ ഓഫീസ് നടക്കുന്ന പണിയാണോടോ ഇത്? നിൽക്കണേ അവിടെ. നീ എവിടെ പോകുന്നു? ഇന്ന് എനിക്കറിയണം, ഞാനാണോ അവനാണോ നിന്റെ ഭർത്താവെന്ന്. വിളിക്കണേ അവനെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോയി കാണാം. ഓഫീസിനകത്ത് എനിക്കവനെ ഇപ്പൊ തന്നെ കാണണം. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്തോ മര്യാദ പഠിപ്പിക്കേണ്ട എന്നെയല്ല, തന്റെ ആടിയോ പിടിപ്പിച്ചാൽ മതി. വിടറാ എന്റെ കയ്യിൽ നിന്നെ കാണാനാടാ ഞാൻ വന്നത്. നീ അകത്തേറി ഒളിച്ചിരിക്കുവായിരുന്നല്ലേ? ഡാ, നിനക്കെന്റെ ഭാര്യയെ വേണമായിരുന്നെങ്കിൽ നേരിട്ട് എന്നോട് ചോദിക്കാമായിരുന്നല്ലോ. ഞാൻ അവളെ നിനക്ക് തീരെ തരുമായിരുന്നല്ലോ. പഴയ കാമുകയാണെന്നുള്ള അവകാശം വെച്ചായിരിക്കും നിന്റെ ഈ പരിപാടി. പക്ഷേ അവളിപ്പോൾ എന്റെ ഭാര്യയാണ്, ഒരു കുഞ്ഞിന്റെ തള്ളയാണ്. സ്ഥലത്തെ ആടിയോ നാണമില്ലല്ലോടാ. ഇപ്പൊ എനിക്കൊരു സംശയം, ആ കുഞ്ഞ് നിന്റേതാണോ എന്ന്. എവിടെ പോകുന്നു? ഇന്ന് ഞാൻ കാത്തിരിക്കുവാൻ. ഇന്ന് എനിക്കറിയാൻ ഇന്ന് നിന്റെ അന്ത്യം നിർത്തിയിട്ട് കാര്യമുള്ളൂ. എനിക്കിപ്പോഴും അവനുമായിട്ട് ബന്ധമുണ്ടല്ലേ? എന്തിപ്പോ കൊല്ലുപിടി. നിന്നെ ഇന്നും കൊല്ലുപിടി. ഹലോ, ശരി സർ, ഞാൻ ഉടനെ വരാം. ഐ എം വെരി സോറി. പണിഷ്മെന്റ് ട്രാൻസ്ഫർ കാസർഗോട്ടേക്ക്. കൃഷ്ണനുണ്ണിക്ക് വിഷമമുണ്ടോ? ഇല്ല സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആയാലും കാസർഗോട്ടായാലും എല്ലാം ഒരുപോലെ. എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്താലും എനിക്ക് വിഷമമില്ല. പക്ഷേ ഈ പണിഷ്മെന്റ്... ഐ നോ ഇറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കൃഷ്ണുണ്ണി, ഈ രാഷ്ട്രീയക്കാരുടെ ചരടുവലിക്കനുസരിച്ച് തുള്ളാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർ ഇതുപോലെ പലതും ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ അവർക്ക് ഏതായാലും സന്തോഷിക്കാൻ വകയായി. അവരുദ്ഘോഷിക്കുന്ന ഡെമോക്രസിയുടെ അർത്ഥം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഓ സർ, പക്ഷേ ഞാൻ ഏതായാലും അതിന് തയ്യാറല്ല. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് സർ. അമ്മേ, എനിക്ക് ട്രാൻസ്ഫർ ആണ് കാസർഗോട്ടേക്ക്. കാസർഗോട്ടേക്കോ? അത് ഒരുപാട് ദൂരമല്ലേ മോനെ? 2 ദിവസത്തിനകം ചാർജ് എടുക്കണം. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് നാളെ രാവിലെ തന്നെ പുറപ്പെടണം. എനിക്ക് പുറത്ത് 1-2 പേരെ കാണാനുണ്ട്. മോനെ, ഒന്നുമില്ല, മോൻ പോയിട്ട് വാ. ഞാൻ യാത്ര പറയാം സർ. മല്ലിക വരുമ്പോൾ എന്റെ അന്വേഷണം പറയണം. എന്നെക്കുറിച്ച് സാറ് പലതും കേട്ട് കാണും. ഞാൻ നിരപരാധിയാണ് സർ. ഐ നോ ഇറ്റ്.
ആരെന്ത് വേണമെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ. കൃഷ്ണുണ്ണിയെ മറ്റാരേക്കാളും കൂടുതലായി എനിക്കറിയാം. കളക്ടർ ബാലേന്ദ്രൻ എന്നോട് എല്ലാം പറയാറുണ്ട്. ഞാനും 10-30 കൊല്ലം സർവീസിൽ നിന്നതല്ലേ. ഇത്രയില്ലെങ്കിലും കുറെയൊക്കെ ഞാനും അനുഭവിച്ചവനാ. ഒരേ ഒരു കാര്യം മാത്രം ഉണ്ണി മറക്കരുത്. നമുക്കൊരു പ്രിൻസിപ്പിൾ വിശ്വാസമുണ്ടെങ്കിൽ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അത് കൈവെടിയരുത്. ഇത് മാത്രമേ എനിക്ക് ഉണ്ണിയോട് പറയാനുള്ളൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എനിക്കത് മതി സാർ. ഞാൻ വരട്ടെ. ആ പാഹ്യന്മാര് പറ്റിച്ചു കളഞ്ഞല്ലോ മോനെ. പോട്ടെ യൂസുക്ക. ഞാൻ നാളെ പോവും. യൂസുക്ക രാവിലെ വീട്ടിലേക്ക് വരണം. ഇനിയിപ്പോ നമ്മൾ എന്നാ കാണുമെന്ന് പറയാൻ പറ്റില്ല. കേസിന്റെ കാര്യമൊക്കെ ഞാൻ വക്കീലിനോട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും സാരമില്ല. നിങ്ങൾ രാവിലെ വരണം. ഞാൻ പോട്ടെ. എല്ലാം പാക്ക് ചെയ്തു. ഗോപനോടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് രാവിലെ വരാമെന്ന് പറഞ്ഞു പുറത്ത് ആരെയോ കാണാൻ പോയിരിക്കുക. മോമന് ഊണ് കഴിക്കും. ഞാൻ കഴിച്ചു. അമ്മ പോയി കിടന്നു. മോനെ, ഞാൻ അവനെയും കുഞ്ഞിനെയും ഇന്ന് വിളിച്ചോണ്ട് പോകും. അവളോട് യാത്ര പറയാൻ ചെന്നതാണ്. പക്ഷേ അവളുടെയും കുഞ്ഞിന്റെയും കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാനും ഒരു പെണ്ണല്ലേ. ആരോരുമില്ലാതെ അവളും ആ കുഞ്ഞും ഒറ്റയ്ക്ക് ആ വീട്ടിൽ എങ്ങനെ കഴിയും? മോനെ, ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നത് എനിക്കിഷ്ടായില്ലേ? മോനെ, രാധികേ, വരട്ടെ യൂസുക്ക.
ഞങ്ങൾ വരട്ടെ. മോള് മുമ്പിലിരിക്കും.